ഹായ് ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശ്യാമ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നിരിക്കുകയാണ്. ശാരദാമ്മയും ശാലിനിയും അവിടേക്ക് വന്നു. എല്ലാവർക്കും ഇപ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥത തന്നെയാണ്. ഇതേസമയം സത്യഭാമയെ കാണിക്കുന്നുണ്ട്. രാത്രിയിൽ സത്യഭാമ ഫോണിൽ നോക്കിയിരിക്കുന്ന സമയം രാഘവന് കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല. എന്തോ ഒരു വല്ലാത്ത ഒരു വേദന പോലെ നെഞ്ചിന്. ഭാമേ ഭാമേ എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും എഴുന്നേറ്റിരുന്ന് വിളിക്കുന്നുണ്ട്. ഭാമ അവിടേക്ക് ഓടി വരുന്നു. നെഞ്ചിൽ പിടിച്ചുകൊണ്ടാണ് രാഘവന്റെ ആ ഒരു വിളി കേട്ടപ്പോഴേ ടെൻഷനോടെ ഭാമ രാഘവൻ അരികിലേക്ക് വന്നിട്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വയ്യ ഭാമേ, നെഞ്ചിനകത്ത് കൊളുത്ത് വലിക്കുന്ന ഒരു വേദന. ഇത് കേട്ട് ഭാമ പറയുന്നു, മരുന്ന് കഴിച്ചോ? വേണ്ട ഭാമേ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് രാഘവൻ പറയുന്നുണ്ട്. അത്രയ്ക്ക് കുഴപ്പമാണോ? ഈശ്വര, ഞാൻ ഈ രാത്രി എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ ഭാമ ടെൻഷനോടെ പറയുന്നുണ്ട്. ആലോചിക്കാതെ വിഷ്ണുവിനെ വിളിക്കാൻ രാഘവൻ പറയുന്നു. അവനോടിയെത്തവനെ വിളിക്കുക രാഘവൻ പറയുമ്പോൾ ഭാമ പെട്ടെന്ന് വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നു. രാഘവനാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരിക്കാനോ ഒന്നിനും സാധിക്കുന്നില്ല. വിഷ്ണുവിനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. പെട്ടെന്ന് രാഘവൻ ശാലിനിയെ വിളിച്ചിട്ട് സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എനിക്ക് സുഖമില്ലെന്ന് പറ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വ്യക്തമായി പറയാൻ രാഘവന് കഴിയുന്നില്ല. വല്ലാത്ത ബുദ്ധിമുട്ടോടെയാണ് ആ കാര്യം സംസാരിക്കുന്നത് പോലും. എന്നാൽ മടിച്ചിരുന്നിട്ടും രാഘവന് വയ്യാത്തത് കൊണ്ട് മാത്രം സത്യഭാമ രാഘവന്റെ കയ്യിൽ നിന്ന് ശാലിനിയുടെ കോൾ ഏറ്റുവാങ്ങി. പറ ഭാമ, എനിക്ക് വയ്യെന്ന് പറ ഭാമ എന്നൊക്കെ രാഘവൻ പറയുന്നു. ഈ സമയം പപ്പിയും സത്യയും നല്ല ഉറക്കത്തിലായിരുന്നു. ശാലിനി ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പെട്ടെന്നാണ് അച്ഛൻ്റെ കോള് വരുന്നത്. അച്ഛനാണല്ലോ വിളിക്കുന്നത്. അച്ഛൻ ഈ രാത്രിയിൽ എന്തിനായിരിക്കും വിളിക്കുന്നത് എന്ന് വിചാരിച്ച് ശാലിനി ഫോൺ എടുത്തിട്ട് എന്ത് പറ്റി, എന്താ അച്ഛാ എന്ന് ചോദിക്കുന്നു. ഹലോ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മടിച്ചു നിന്ന സത്യഭാമ, അത് ഞാൻ സത്യഭാമയാണ്, വിഷ്ണു ഉണ്ടോ അവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് ശാലിനി. കമലന്റെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, എന്താ സത്യമ്മ, എന്താ കാര്യം? സത്യമ്മ കാര്യം പറയേ. വിഷ്ണുവിന്റെ അച്ഛന് തീരെ സുഖമില്ലെന്ന് സത്യഭാമ പറയുമ്പോൾ ശാലിനി ടെൻഷനോടെ പറയുന്നു, അയ്യോ അച്ഛൻ എന്ത് പറ്റി? നെഞ്ചുവേദന എടുക്കുന്നു എന്നാ പറയുന്നത്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരു പരിഭ്രമത്തോടെയും ടെൻഷനോടെയും ഭാമ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, വരാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് വരിക. സത്യമ്മ, ഞാൻ ഇപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു. പെട്ടെന്ന് ശാലിനി അനുവിനെ വിളിക്കുന്നുണ്ട്. ഒന്ന് ഇവിടം വരെ അത്യാവശ്യമായിട്ട് വരണമെന്നും താമസിക്കരുത്, അത്രയും ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനാണ്, കാര്യം വന്നിട്ട് പറയാമെന്നും ശാലിനി പറയുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ലോറിയുടെ മുകളിൽ കിടന്നുറങ്ങുകയായിരുന്നു വിഷ്ണു. അല്പം മാറി കമലനും കിടന്നുറങ്ങുന്നുണ്ട്. കമലന്റെ ഫോണിലേക്ക് ഇപ്പോൾ ഒരാൾ വിളിക്കുന്നുണ്ട്. ഫോൺ കണ്ടതും അയ്യോ ഇത്രയും നേരമായോ, മതി ഉറങ്ങിയത്, ആശാനെ വിളിച്ചേക്കാം എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ് കമലൻ. വിളിക്കുന്നത് ചേട്ടത്തിയമ്മ. ശാലിനിയാണ് വിളിക്കുന്നത്. ചേട്ടത്തിയമ്മയാണല്ലോ, എന്താണ് ഈ നേരത്ത് എന്ന് കമലൻ വിചാരിച്ചിട്ട് ഫോൺ എടുത്തു. കമല, വിഷ്ണുവേട്ടൻ കൂടെയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ട്, വണ്ടിയിൽ കിടന്നുറങ്ങുകയാണല്ലോ എന്ന് കമലൻ. വിഷ്ണുവേട്ടന് പെട്ടെന്ന് ഫോൺ കൊടുക്കാനും അത്യാവശ്യ കാര്യം പറയാനാണെന്നും ശാലിനി. അങ്ങനെ കമലൻ വിഷ്ണുവിനെ വിളിച്ചെണീപ്പിക്കുന്നു. ഫോണിൽ ഏടത്തിയമ്മയാണെന്ന് പറയുന്നു. എന്താ ഈ സമയത്ത് എന്ന് വിഷ്ണു ചോദിച്ച് ഫോൺ എടുക്കുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. സത്യമ്മ ഒരുപാട് വിളിച്ചു എന്ന് പറഞ്ഞു, കിട്ടാത്തോണ്ട് എന്നെ വിളിക്കായിരുന്നു എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു കാര്യം എന്താണെന്ന് ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, അച്ഛന് ഒരു നെഞ്ചുവേദന വന്നു എന്ന് സത്യാമ്മ പറഞ്ഞു. നെഞ്ചുവേദനയോ എന്ന് പറഞ്ഞ് വണ്ടിയുടെ മുകളിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങുകയാണ് ടെൻഷനോടെ വിഷ്ണു. വിഷ്ണുവേട്ടാ, ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം എന്ന് ശാലിനി പറയുന്നു. ശാലിനി, അച്ഛനെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ വിഷ്ണു. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവേട്ടാ, കാര്യം എന്താണെന്ന് ഞാൻ നോക്കട്ടെ. വിഷ്ണുവേട്ടൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വന്നാൽ മതി, ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടാമെന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ വെച്ചു. അപ്പോഴാണ് വിഷ്ണു ഫോൺ എടുത്ത് നോക്കുന്നത്. എഴുതിയമ്മ ഈ സമയത്ത് വിളിച്ചത് എന്താണെന്ന് കമലൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, അച്ഛന് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന, നമുക്ക് പെട്ടെന്ന് അവിടെ എത്തണം. അങ്ങനെ വണ്ടി എടുത്ത് പോവുകയാണ് വിഷ്ണു. എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. രാമേട്ടനോട് കുറച്ചുകൂടി സ്പീഡിൽ പോകാനായി ശാലിനി ആവശ്യപ്പെടുന്നുണ്ട്. രാഘവനാണെങ്കിൽ വയ്യാണ്ടിരിക്കുന്നു. വിഷ്ണുവിനെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ഭാമ. രാഘവേട്ടൻ അധികം സംസാരിക്കേണ്ട എന്നൊക്കെ ഭാമ. രാഘവന് വേദന സഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ പോവുക ഭാമേ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ഒരു സങ്കടത്തോടെ തന്നെ അത് പറയുന്നുണ്ട്. നെഞ്ചിലിങ്ങനെ പൊത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. ആകെ ഒരു വല്ലാത്ത തളർച്ച പോലെ. പെട്ടെന്ന് തന്നെ ശാലിനിയുടെ കാർ അവിടെ എത്തുകയും ശാലിനി അവിടേക്ക് ഓടിപ്പാഞ്ഞ് അകത്തേക്ക് കയറി വരികയും ചെയ്യുന്നു. കാറിന്റെ ശബ്ദം കേൾക്കുന്നല്ലോ എന്ന് പറയുന്നു. ശാലിനി അവിടേക്ക് ഓടിയെത്തി. അച്ഛാ, എന്താ അച്ഛൻ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ അച്ഛൻ പോവുക എന്ന് കരഞ്ഞുകൊണ്ട് രാഘവൻ പറയുന്നു. അച്ഛൻ പേടിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ശാലിനി. ഞാനുണ്ടാവും, അച്ഛൻ എഴുന്നേക്കെന്ന് പറഞ്ഞ് സത്യഭാമയും ശാലിനിയും കൂടി അച്ഛനെ പിടിച്ച് കാറിലേക്ക് കയറ്റുന്നുണ്ട്. എന്നാൽ ശാലിനി ശാരദാമ്മയോട് പോലും ഒരു വാക്ക് പറയാതെയാണ് പോയത്. രാവിലെ ആയപ്പോൾ ശാലിനി എന്ന് പറഞ്ഞ് ശാരദാമ്മ വരുന്നുണ്ട്. ഇവള് ഇത് എവിടെ പോയെന്നൊക്കെ ചോദിക്കുന്നു. ചായയും കൊണ്ട് അവിടെയൊക്കെ നോക്കുന്നുണ്ട്. അത് ശരി, ഇവിടെ എങ്ങും ഇല്ലേ ആള് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി. എന്നിട്ട് അവിടെയെല്ലാം ശാലിനി അന്വേഷിക്കുകയാണ് ശാരദാമ്മ. എന്നാൽ ശാലിനി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അനുവും സത്യഭാമയും
3 പേരും ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുന്നു. ടെൻഷനോടെ ഭാമ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ശാരദാമ്മ ഇപ്പോൾ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. മോളെ നീ എവിടെയാണെന്ന് ചോദിക്കുന്നു. അച്ഛന് നെഞ്ചുവേദനയായിരുന്നു, ഒന്ന് അവിടം വരെ ചെല്ലണമെന്ന് പറഞ്ഞു. രാത്രി തന്നെ രാമേട്ടനെ വരുത്തി അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. തലയൊന്ന് ഇടിച്ചിട്ടുണ്ട്, ഒന്ന് വീണപ്പോൾ സംഭവിച്ചതാണ്, സ്കാൻ ചെയ്യണം, പിന്നെ കുറച്ച് ടെസ്റ്റും കൂടിയുണ്ട് എന്നൊക്കെ ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുവിടായിരുന്നോ എന്ന്. ആ സമയത്ത് അമ്മയുടെ ഉറക്കം കൂടി കളയണ്ടല്ലോ എന്ന് കരുതിയെന്ന്. പിന്നെ അമ്മയെ വിളിക്കുമ്പോൾ കുട്ടികൾ ആരെങ്കിലും ഉണർന്നാൽ അവരെയും കൊണ്ടുവരേണ്ടി വരും എന്നൊക്കെ ശാലിനി പറയുമ്പോൾ വിഷ്ണു സ്ഥലത്തില്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. ഇല്ലമ്മേ, വിഷ്ണുവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ അച്ഛന് തീരെ വയ്യാതായി. ഞാനും കൂടി വന്നില്ലായിരുന്നെങ്കിൽ പാവം ഇപ്പോൾ തന്നെ പേടിച്ച അവസ്ഥയിലാണ് എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. ഈ ഒരു സംസാരങ്ങളെല്ലാം തൊട്ടരികിൽ ഇരുന്ന് ഭാമ കേൾക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഭാമ ശാലിനിയെ നോക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സത്യഭാമയുടെ ആദർശവും തൻ്റെ ഇടവും ഒക്കെ എവിടെ പോയി? ഒരാളുടെയും സഹായം വേണ്ടെന്നല്ലേ പറയുന്നത്, പ്രത്യേകിച്ച് നിന്റെ. എന്നിട്ട് ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ ആരാ ഉണ്ടായത്? ഇതാ പറയുന്നത്, ആരെയും ഒരിക്കലും നിന്ദിക്കരുത്, ഒരിക്കലും വെല്ലുവിളിക്കരുത് എന്നൊക്കെ. ആപത്ത് കാലത്ത് ഒരു കൈസഹായത്തിന് ശത്രുവായിട്ട് കരുതുന്നവരെ കാണത്തുള്ളൂ. അത് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ശാലിനി പറയുന്നു, എന്നെ വിളിക്കാൻ മടിയുണ്ടായിരുന്നെന്നാ തോന്നുന്നത്, അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. പക്ഷേ സംസാരിച്ചത് സത്യാമ്മയാണെന്ന് പറയുന്നു. എന്തായാലും നീ നിന്റെ കടമ ചെയ്തു, അച്ഛൻ എന്തായാലും നിന്നെ വലിയ കാര്യമാണല്ലോ. അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ വിളിക്കാൻ പറഞ്ഞല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യം എന്നൊക്കെ ശാരദാമ്മ. ശരിയമ്മയെ വിളിക്കാം എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു. പെട്ടെന്ന് തന്നെ വിഷ്ണുവും കമലനും ഹോസ്പിറ്റലിൽ എത്തുകയാണ്. സ്കൂട്ടറിൽ ഓടിപ്പാഞ്ഞ് ഹോസ്പിറ്റലിനകത്തേക്ക് പോകുന്നു. അമ്മയും ശാലിനിയും ഒക്കെ അവിടെ നിൽക്കുന്നത് കാണുന്നു. ശാലിനി, വിഷ്ണു അച്ഛൻ എന്താണ് പറ്റിയതെന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നു. ഫോണിൽ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ലെന്നും പറയുന്നുണ്ട്. എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, വിഷ്ണു ഏട്ടാ പേടിക്കാനൊന്നുമില്ല, രാത്രി അച്ഛനൊരു നെഞ്ചുവേദന വന്നതാണ്. സത്യമ്മ എന്നെ വിളിച്ച് പറയുകയായിരുന്നു, വിഷ്ണു ഏട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നാ പറഞ്ഞത്. ഞങ്ങൾ നിന്നെടുത്ത് റേഞ്ച് കുറവായിരുന്നു. ഇപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട്, എന്താ പറഞ്ഞത് എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നു. രാത്രി തന്നെ കൊണ്ടുവന്നുകൊണ്ട് നന്നായി, അച്ഛൻ വളരെ പേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ശാലിനി പറയുന്നു. ആ സമയത്താണ് ഡോക്ടർ അവിടേക്ക് വരുന്നത്. ഡോക്ടർ, ഞാൻ രാഘവൻ നായരുടെ മകനാണ് വിഷ്ണു. അച്ഛനിപ്പോൾ എന്നെ വിഷ്ണു ചോദിക്കുമ്പോൾ സ്കാൻ ചെയ്യട്ടെ, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം എന്ന് അദ്ദേഹം ഡോക്ടർ പറയുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. വിഷമത്തോടെ നിന്ന് അമ്മയുടെ തോളിൽ ഇങ്ങനെ തട്ടുകയാണ് വിഷ്ണു. എന്നിട്ട് അമ്മയെ നോക്കുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അപ്പോഴത്തെ ഒരു വെപ്രാളത്തിൽ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ശാലിനി വിഷ്ണുവിനോട് പറയുകയും ഭാമയെ നോക്കുകയും ചെയ്യുന്നുണ്ട്. ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ ശാലിനിയുടെ കയ്യിലേക്ക് വിഷ്ണു പിടിക്കുന്നുണ്ട്. എടോ, എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്, വിളിച്ചപ്പോൾ താൻ വന്നല്ലോ എന്ന് പറയും. എന്താ വിഷ്ണു ഏട്ടാ ഇത് ഞാൻ ചെയ്യേണ്ടതല്ലേ? വിഷ്ണു ഏട്ടൻ സ്ഥലത്തില്ലാത്തോണ്ട് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു ശാലിനിയുടെ കയ്യിലേക്ക് പിടിക്കുന്നു. തുടർന്ന് പപ്പയും സത്യയൊക്കെ ഒരുക്കുകയാണ് സ്കൂളിലേക്ക് പോകാനായിട്ട്. ശാരദാമ്മയാണെങ്കിൽ ചോറൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. സമയമായി വരുന്നതല്ലേ ഉള്ളൂ, ഇത്രയ്ക്ക് ധൃതി പിടിക്കുന്നത് എന്തിനാണ് എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശ്യാമ പറയുന്നു, അമ്മയുടെ കളക്ടർ മകളെ പോലെ എനിക്ക് സർക്കാർ വാഹനമൊന്നുമില്ല. റോഡിൽ ഇറങ്ങി നിന്ന് ഏതെങ്കിലും ഓട്ടോയ്ക്ക് കൈ കാണിച്ചാലേ ഇവരെ സമയത്തും കാലത്തും സ്കൂളിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഓട്ടോങ്ങാനും കിട്ടാൻ വൈകിയാൽ ഇവരെ സമയത്ത് എത്തിക്കാനും കഴിയില്ലെന്ന് പറയുന്നു. നീ ഇങ്ങനെ എല്ലാ കാര്യത്തിനും കുറ്റം കണ്ടുപിടിച്ച് സംസാരിക്കല്ലേ ശ്യാമേ? അവനവന്റെ കാര്യങ്ങളല്ലേ, എല്ലാം കൂടി ഒന്നിച്ചു നിന്നാലല്ലേ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ഇതിപ്പോ ശാലി ഇല്ലാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ അവള് കൊണ്ടുപോയിക്കോളുമായിരുന്നല്ലോ എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. അല്ലെങ്കിലും അമ്മയ്ക്ക് ഇപ്പോൾ എന്നോട് പഴയതുപോലെ സ്നേഹമല്ലെന്ന് എനിക്കറിയാം, എന്റെ ഗതികേട്, അല്ലാതെ എന്ത് പറയാനാ. ദേ അതും ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ മോള് പിള്ളേരെയും കൊണ്ട് പോകാൻ നോക്ക്. വെറുതെ എന്തിനാ 1-2 പറഞ്ഞ് വഴക്കിടുന്നത്? പതിവാകിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ എന്നൊക്കെ ശാരദാമ്മ പറയുകയും കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശ്യാമ ബാഗുമായി വരുന്ന സമയത്താണ് ശാലിനി അവിടേക്ക് വരുന്നത്. ശാലിനി വന്നല്ലോ, എന്നാ പിന്നെ കുട്ടികളെ വണ്ടിയിൽ കയറ്റി വിടും. രാമേട്ടൻ അവരെ സ്കൂളിലാക്കുമെന്ന് ശാരദാമ്മ പറയുന്നു. ഇവരെ ഈ വണ്ടിയിൽ കയറ്റി വിടാനാണോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു, എന്താ കുഴപ്പം? എങ്കിൽ പിന്നെ എനിക്ക് ഇവരെയും കൊണ്ട് അങ്ങ് വരെ പോകേണ്ടി വരില്ലല്ലോ. രാമേട്ട കുട്ടികളെ ഒന്ന് എന്നൊക്കെ രാമേട്ടനോട് പറയുന്നു. സ്കൂളിലേക്കല്ലേ ഞാൻ ആക്കിയേക്കാമെന്ന് രാമേട്ടൻ. അങ്ങനെ കുട്ടികൾ 2 പേരും വണ്ടിയിലേക്ക് കയറുന്നു. കുട്ടികളെ അവർ സന്തോഷത്തോടെ പറഞ്ഞയച്ചു. കറി അടുപ്പത്തിരിക്കുകയാണ്, ഞാൻ മറന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് അകത്തേക്ക് കിച്ചണിലേക്ക് ഓടുകയാണ് ശാരദാമ്മ. ശാലിനി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, കുഞ്ഞേച്ചി ഒന്ന് നിന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താടി എന്ന് ശാലിനി. അതെന്താ, ഞാനൊരു കാര്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞേച്ചിക്ക് താല്പര്യമില്ലാത്തതെന്ന് ശ്യാമ. ഞാനിവിടെ വന്ന് നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടക്കേടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് ഇങ്ങനെ എന്നോട് കാണിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഇപ്പോൾ അതുമായി. ശാലിനി പറയുന്നു, എൻ്റെ ശ്യാമയെ ഞാൻ ആകെ ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലത്തെ ഓട്ടവും ബഹളവും ഒക്കെ കാരണം ശരിക്കും ഒന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഹാഫ് ഡേ ലീവ് എടുക്കാമെന്ന് വിചാരിച്ചത്.
പറ, എന്താ അതിന്റെ പ്രശ്നം? അതറിഞ്ഞിട്ട് ഞാൻ ഇനി എന്ത് കാര്യവും ചെയ്യുന്നുള്ളൂ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കുഞ്ഞേച്ചിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറയുന്നു ശാലിനി. രോഹിത് ഒരു കാര്യത്തിലും അടുക്കാത്ത രീതിയിൽ ഇങ്ങനെ അകന്നു മാറി നിൽക്കുകയല്ലേ. പിന്നെ എന്ത് പറഞ്ഞാൽ നമ്മൾ അവനെ സമീപിക്കുന്നത്? സ്വബോധത്തോടെ ഒരു നേരം പോലും ഇടിക്കാത്തവനെ എങ്ങനെയാ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത്? ഒന്നുകിൽ അവനെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം വേണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അന്തസ്സോടെ നടക്കണമെന്ന തോന്നലെങ്കിലും വേണം. ഇപ്പോൾ ഒന്നുമില്ലാത്തവരടുത്ത് എങ്ങനെയാ ഏത് രീതിയിലാ കാര്യങ്ങൾ ഒന്നിച്ചെന്ന് അവതരിപ്പിക്കുന്നത് എന്നൊക്കെ ശാലിനി. ഇനിയിപ്പോ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നിന്നെ അവൻ നല്ല മനസ്സോടെ സ്വീകരിക്കുമെന്ന ഉറപ്പ്? ഇരിക്കട്ടെ ശ്യാമ പറയുന്നു. രോഹിത് എങ്ങനെയാ ചേച്ചി ഇങ്ങനെ ആയത്? ഇപ്പോൾ ഒരുപാട് കുറ്റങ്ങൾ ചാർത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എങ്ങനെയാ രോഹിത് ഇങ്ങനെ ആയതെന്ന്. നമ്മളാണ് ഇങ്ങനെ ആക്കിയത്. അതിൽ എനിക്കും കുഞ്ഞേച്ചിക്കും ദേ ഈ നിൽക്കുന്ന നമ്മുടെ അമ്മയ്ക്ക് വരെ പങ്കുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ എനിക്ക് ഇങ്ങനെ ജീവിക്കേണ്ടി വന്നതിലും നിങ്ങൾക്ക് തന്നെയാണ് പങ്ക്. സത്യങ്ങൾ രഹസ്യങ്ങളായിട്ടിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇതെല്ലാം മുൻകൂട്ടി കണ്ടോണ്ടാണ്. ഏത് രഹസ്യവും മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ ഒരു പരിധിവരെ നമ്മളെ കൊണ്ട് കഴിയും. പക്ഷെ ആണുങ്ങൾക്കത് സാധിക്കില്ല. പകരം അവര് പ്രതികരിക്കും, ശക്തമായിട്ട് പ്രതികരിക്കും. അതാ ഇവിടെ സംഭവിച്ചതെന്ന് ശാലിനി. അവനെ പറഞ്ഞ് നേർവഴിക്ക് നടത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ ശ്യാമ പോട്ടെ, പോയി ജീവിക്കട്ടെ എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. നമ്മളായിട്ട് ഇവളുടെ ജീവനം കളഞ്ഞു എന്ന് പിന്നെ പറയില്ലല്ലോ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഓ അത് ശരി, അപ്പോൾ തെറ്റ് മുഴുവനും എന്റെയും രോഹിത്തിന്റെയും ഭാഗത്താണ് അല്ലെ? നിങ്ങൾ അമ്മയും മകളും ഒരു തെറ്റും ചെയ്യാത്ത പുണ്യവതികൾ. ശ്യാമിനി എന്തായി പറയുന്നത്? നിനക്കിത് എന്ത് പറ്റി? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഇനി എന്ത് പറ്റാൻ? നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതങ്ങളായല്ലോ. ഇവിടെ മണ്ടിയായിപ്പോയത് വെറുതെ ഞാനാണ്. എനിക്ക് കുറച്ച് മനസാക്ഷി ഉണ്ടായിപ്പോയി, അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. ഇനിയിപ്പോ എന്തായാലും എനിക്ക് എന്റെ വഴി നോക്കണമല്ലോ. ഇനിയും ഇങ്ങനെ കുത്തുവാക്കുകൾ കേട്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഇങ്ങനെയൊക്കെ ശ്യാമ പറയുമ്പോൾ അത് കേട്ട് വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ശാലിനിയും ശാരദാമ്മയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.